മർത്ത ആൻഡ് മേരി എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. മോൺസഞ്ഞൂർ CJ വർക്കിയച്ചനാൽ സ്ഥാപിതമായ MSMI സഭയിലെ ക്രിസ്തുജ്യോതി പ്രൊവിൻസിലെ വൈസ് പ്രൊവിൻഷ്യലും സാമൂഹ്യ ആരോഗ്യ രംഗത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സിസ്റ്റർ ഇന്നസെൻ്റ് ആണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സിസ്റ്റർ ഇന്നസെൻറ്റിന് ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സിസ്റ്റർ, ഒരു വ്യക്തിയുടെ ദൈവവിളി ആരംഭിക്കുന്നത് ബാല്യത്തിൽ തന്നെയാണെന്ന് കേട്ടിട്ടുണ്ട്. സിസ്റ്ററിൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? എൻ്റെ ബാല്യകാലം 5 വയസ്സ് വരെയും കോട്ടയം ജില്ലയിൽ കടപ്ലാമറ്റത്തായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ ജനനം തന്നെ ഒരു പ്രത്യേക പ്രാർത്ഥനയിൽ നിന്നാണ്. 12 വർഷക്കാലം മക്കളില്ലാതെ ദുഃഖത്തിലായിരുന്നു എൻ്റെ മാതാപിതാക്കൾ. ധാരാളം നേർച്ചകളും മാതാവിന് അടിമയും വെക്കാമെന്നുള്ള നേർച്ചയും ഇങ്ങനെ പലവിധ നൊവേനകളും നടത്തിയ ശേഷമാണ് ഞാൻ ജനിക്കുന്നത്. 7 വയസ്സ് കഴിഞ്ഞാണ് അടുത്ത കുട്ടി ജനിക്കുന്നത്. അപ്പോൾ എൻ്റെ വല്യമ്മ പ്രാർത്ഥനയുടെ ഒരു വ്യക്തിയായിരുന്നു. അല്പസമയം കിട്ടിയാൽ എപ്പോഴും കൊന്ത ചെല്ലുമായിരുന്നു. അമ്മ എന്നെ എപ്പോഴും ഓർപ്പിക്കും, മോളെ ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ സുഹൃതജപമൊക്കെ പഠിപ്പിക്കും എന്നെ. അത് ഞാൻ ചെല്ലുമായിരുന്നു. സ്കൂളിലൊക്കെ പോകുമ്പോൾ തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് പോരുന്നത്. അവിടെയും ഒരു ദൈവത്തിൻ്റെ അത്ഭുതം നടന്നു. ചെങ്ങളായി എന്ന സ്ഥലത്തൊരു പാലം കിടക്കണം. അപ്പോൾ ഒരു തടിപ്പാലമാണ്. എൻ്റെ ചാച്ചൻ്റെ പെങ്ങൾ എന്നെ എടുത്ത് എളിയിൽ വെച്ചു. അപ്പോൾ മഴ വരുന്നുണ്ടായിരുന്നു. കുട നിവർത്തി പിടിച്ചിട്ടുണ്ട്. ഞാനും ജൂലൈ മാസമാണ്, ഭയങ്കര വെള്ളപ്പൊക്കം. ആ വെള്ളത്തിലേക്ക് ഞാനും പേരമ്മ സഹിതം വെള്ളത്തിൽ പോയി. ആ വെള്ളമോ പുഴയോ പറ്റി യാതൊരു അറിവില്ലാത്ത എൻ്റെ വല്യപ്പം പുഴയിൽ ചാടി. ഈ കുട നിവർന്നിരുന്നത് കൊണ്ട് ഞങ്ങൾ താന്നു പോയില്ല. അങ്ങനെ ഞങ്ങൾ രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് ഇങ്ങനെ വന്നാണേലും മലബാറിലെ ചെറിയൊരു വീട്ടിലെ ചെറിയ സാഹചര്യത്തിൽ ഞങ്ങളൊരു കൂട്ടുകുടുംബമായിരുന്നു. ചാച്ചൻ്റെ പെങ്ങന്മാർ 2 പേര്, ചാച്ചൻ്റെ അനിയൻ, പിന്നെ ഞങ്ങൾ ചാച്ചനും അമ്മയും ഞാനും വല്യപ്പനും വല്യമ്മയും. ഒരു സൗഹൃദ ഫാമിലി തന്നെയായിരുന്നു. ആ ഫാമിലിയിലാണ് ഞാനിങ്ങനെ വളർന്നു വന്നത്. അങ്ങനെ വലിയൊരു ജനസംഖ്യയുടെ ഇടയ്ക്കാണ് ഞാനൊരു ചെറിയ വ്യക്തി വളർന്നു വന്നത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അതിനുശേഷമാണേലും ആദ്യകുർബാന സ്വീകരിച്ചപ്പോൾ നല്ല ജീവിതം കിട്ടാൻ പ്രാർത്ഥിക്കണമെന്ന് എൻ്റെ അമ്മച്ചി എൻ്റെ ചെവി പറഞ്ഞു. എൻ്റെ മനസ്സിൽ അന്നേരം പറഞ്ഞത് നല്ല ജീവിതം എന്ന് പറയുന്നത് സിസ്റ്ററാകുന്നതാണെന്ന് ഉള്ള വിചാരം. ഞാൻ ആദ്യകുർബാന കഴിക്കേണ്ടപ്പോൾ പ്രാർത്ഥിച്ചു, എന്നെ സിസ്റ്ററാക്കണേ. അത് കഴിഞ്ഞ് സ്കൂളിൽ പോകുന്ന 6 കിലോമീറ്റർ നടന്നാണ് 1-ാം ക്ലാസ് തുടങ്ങി പഠിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് ഓട്ടമാണ് അത്രയും സ്കൂളിൽ ചെല്ലുന്നത് വരെ. പിന്നെ സ്കൂൾ വിട്ടാൽ ഓട്ടമാണ് വീട്ടിലേക്ക്. അങ്ങനെ 12 കിലോമീറ്റർ കൊണ്ടാണ് 10-ാം ക്ലാസ് പൂർത്തിയാക്കുന്നത്. ഈ കാലയളവിൽ ഞങ്ങൾക്ക് മിഷൻ ലീഗ് സൊഡാലിറ്റിയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭക്തസംഘടന. അതിലെ ഒരു ഭാരവാഹിയാണ് ഞാൻ. 8-ാം ക്ലാസ് തുടങ്ങി 10-ാം ക്ലാസ് വരെ. ആ കാലഘട്ടത്തിൽ എനിക്ക് ധാരാളം സമയം കിട്ടും പ്രവർത്തിക്കാൻ. കൂട്ടുകൃഷി, കപ്പയിടും, ഇഞ്ചി നടും, ചേന നടും മിഷൻ ലീഗുകാർ. അങ്ങനെ പള്ളി അടിക്കും, പള്ളിമുറ്റം ചെത്തും, പള്ളിത്തോട്ടം വെട്ടി, ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുമായിരുന്നു. കാരണം വീട്ടിൽ വലിയ ജോലിയൊന്നും എനിക്കെടുക്കേണ്ട, ഒത്തിരി ആൾക്കാരുള്ള വീടല്ലേ. അതുകൊണ്ട് ഫുൾ സമയം ഈ മിഷൻ ലീഗും പ്രവർത്തനമായിട്ട് നടക്കും. അങ്ങനെ ഏറ്റവും നല്ല ശാഖ തലശ്ശേരി രൂപതയിലെ ശാഖ ചെമ്പേരിയായിട്ട് പ്രഖ്യാപിച്ചു. അതിൻ്റെ ട്രോഫി ഞാനാണ് ഏറ്റുവാങ്ങിയത്. ആദ്യത്തെ അംഗീകാരം മിഷൻ ലീഗിൽ നിന്നാണ് എനിക്ക് ലഭിക്കുന്നത്. പിന്നെ ഇങ്ങോട്ടുള്ള ജീവിതത്തിൽ അന്നാണ് കുഞ്ഞു മിഷണറി, പിന്നെ ഇങ്ങനെയുള്ള ദൈവവിളിയെ ആസ്പദമാക്കി എന്ത് കിട്ടിയാലും വായിക്കും. സത്യദീപം വന്ന് ആദ്യം നോക്കുന്നതും എവിടെയൊക്കെയാണ് ഇതുണ്ട്. അപ്പോൾ എൻ്റെ വികാരി അച്ഛൻ അന്ന് ബഹുമാനപ്പെട്ട തുരുത്തിമറ്റത്തിലച്ഛനാണ്. അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് കോൺവെൻറ്റിൽ ചേരണം എന്ന് പറഞ്ഞു. അച്ഛന് അങ്ങോട്ട് പ്രാർത്ഥിച്ചൊരുങ്ങ് എന്ന് പറഞ്ഞു.
ആ ഇടയ്ക്ക് എൻ്റെ വീട്ടിൽ സാമ്പത്തികമായിട്ട് ഭയങ്കര വിഷമമായി, ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ട്. ചാച്ചനൊരു സാമൂഹ്യ പ്രവർത്തനാണ്, സ്വാതന്ത്ര്യസമര സേനാനിയാണ്, പിന്നെ ഒരു ഗാന്ധിയനാണ്. മെതിയടിയൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു പ്രത്യേക, അങ്ങനെ അധ്വാനത്തിലേക്ക് ചാച്ചൻ പോയില്ല. മലബാറിൽ വന്ന് അധ്വാനിക്കാതിരുന്നാൽ പിന്നെ ജീവിതമാർഗ്ഗമില്ല. പിന്നെ ഞാനൊരു കൊച്ച്, എനിക്കൊന്ന് വല്യപ്പം മരിച്ചും പോയി. അങ്ങനെ ഒരു ദുർഘട ഘട്ടത്തിൽ വരിക. അപ്പോൾ ചാച്ചൻ്റെ ഈ സാമൂഹിക സേവനമൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് ഞങ്ങൾക്കൊരു ഉപജീവനം കിട്ടട്ടെ എന്ന് പറഞ്ഞ് ചെമ്പേരി ഒരു മിഷൻ ആശുപത്രിയുണ്ട്, അവിടുത്തെ ക്ലർക്കായിട്ട് നിയമിക്കുക, കുറച്ച് പൈസ കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് അച്ഛനും കമ്മിറ്റിക്കാരും എല്ലാം കൂടെ എന്നെ അതിൽ നിയമിച്ചു. അതുകൊണ്ട് SSLC കഴിഞ്ഞപ്പോഴേ കോൺവെൻറ്റിൽ ചേരാൻ എനിക്ക് സാധിച്ചില്ല. 4 വർഷം കാത്തിരിക്കേണ്ടി വന്നു. അവിടെ ജോലി, അതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി നേഴ്സിംഗ് പഠിച്ചു, എല്ലാം ചെയ്യുന്നുണ്ട്. ക്വാളിഫിക്കേഷനൊന്നും ഉള്ളതല്ല, പ്രാക്ടീസ്. ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ബഹുമാനപ്പെട്ട തുരുത്തി അച്ഛൻ ഇറ്റലിയിലേക്ക് ഒരു കോൺവെൻറ്റിലേക്ക് എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തന്നു. ഇങ്ങനെ ഒരുക്കി തന്നു കഴിഞ്ഞപ്പം ആ ഇടയിൽ ഞാൻ പലതും വായിച്ചുമൊക്കെ മനസ്സിലാക്കിയപ്പം ഈ ഗോതമ്പ് എണ്ണയൊക്കെ തരുന്നത് യൂറോപ്പിൽ നിന്നാണ് വരുന്നതെന്ന് ഒരു ആശയം എൻ്റെ ഉള്ളിൽ കിട്ടി. അപ്പോൾ ഞാൻ മിഷന് പോകാനാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ അവിടെ പോയിട്ട് എന്നാ കാര്യം, അവർ സമ്പന്നരല്ലേ, അതുകൊണ്ടല്ലേ ഈ ഗോതമ്പ് എണ്ണയൊക്കെ നമുക്ക് തരുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ പോകാൻ ആഗ്രഹിക്കുന്നില്ല, മിഷനൊട്ട് വീട്ടിൽ നിന്ന് വിടാനും താല്പര്യമില്ല, ഞാൻ ഒരു പെണ്ണേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഓർത്ത് ഏറ്റവും പാവപ്പെട്ട മഠം ഏതാണെന്ന് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ മോൺസിഞ്ഞോർ CJ വർഗീസിനാൽ സ്ഥാപിതമായ MSMയുടെ ഒരു ശാഖാഭവനം നെല്ലിക്കുറ്റിയിൽ വന്നു. ഇങ്ങനെ ഇരിക്കുമ്പം എൻ്റെ ചാച്ചൻ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണ്, എൻ്റെ ചാച്ചന് പഞ്ചായത്ത് ഇൻസ്പെക്ടറുമാണ്. അപ്പോൾ ഇവർ രണ്ടും കൂടെ പറഞ്ഞ് നമ്മുടെ വാർഡിൽ ഒരു മഠം വന്നല്ലോ, അവർക്ക് കുറേ റേഷൻ കാർഡ് അനുവദിക്കുക, ഒരു വിഷമിക്കാതെ ജീവിക്കട്ടെ എന്ന്. അങ്ങനെ റേഷൻ കാർഡ് അനുവദിച്ച് 2-3 മാസമായിട്ടും ഒരിക്കലും ഇവർ റേഷൻ മേടിച്ചിട്ടില്ല. അപ്പോൾ ചാച്ചന് വിഷമമായിട്ട് ബഹുമാനപ്പെട്ട മുള്ളമ്മടയച്ഛനോട് ചോദിച്ചു, അച്ഛാ ഇത് വലിയ കഷ്ടമായി പോയല്ലോ, ഞാനും മത്തച്ഛനും കൂടെ നല്ലൊരു റേഷൻ കാർഡ് കൊടുത്ത് ഒറ്റ ദിവസം അവർ മേടിച്ചിട്ടില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അവർ കഞ്ഞി വെച്ചെങ്കിലല്ലേ റേഷൻ മേടിക്കേണ്ടതുള്ളൂ കുഞ്ഞാട്ടാ, അവർക്ക് കഞ്ഞിവെയൊന്നും ഇല്ല, ഒരു പാവപ്പെട്ട സിസ്റ്റേഴ്സാണ്. ചാച്ചൻ ഇത് വന്ന് വീട്ടിൽ പറഞ്ഞു. എൻ്റെ വാർഡിൽ ഒരു മഠം വന്നിട്ട് ഞാൻ ഒത്തിരി സന്തോഷിച്ചു. വരെ അവർക്ക് കഞ്ഞി വെക്കാൻ പോലും നിവൃത്തിയില്ല, എനിക്ക് അവരെ സഹായിക്കാനുള്ള കഴിവുമില്ല. ഇങ്ങനെ വീട്ടിൽ വന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി അന്ന് ആ മഠത്തിൽ തന്നെ പോകാം, പാവപ്പെട്ട മഠം കേരളത്തിലുണ്ട്, മിഷനറീസ് എന്ന്. അങ്ങനെയാണ് ഈ മഠം ഞാൻ ചൂസ് ചെയ്യുന്നത്. അതിനിടയിൽ വേറെ സഭകളിൽ വിടാൻ ചാച്ചൻ ഒരുങ്ങി. അന്നേരമൊക്കെ ഞാൻ അതിൽ നിന്ന് ഇങ്ങനെ കാത്തിരുന്നു. എൻ്റെ മനസ്സിനിണങ്ങിയ കോൺവെൻറ്റ് കിട്ടി. സിസ്റ്ററിൻ്റെ വീട്ടിൽ സഹോദരങ്ങൾ എത്ര പേരുണ്ട്? അവരിപ്പോൾ എന്തൊക്കെ ചെയ്യുന്നു? എനിക്ക് 3 സഹോദരന്മാരാണുള്ളത്. ഞങ്ങൾ 4 മക്കൾ. എൻ്റെ നേരെ ഇളയ സഹോദരൻ കൃഷിക്കാരനാണ്, മാമച്ചൻ. മാമച്ചന് ലൈസയും കൂടെ എൻ്റെ മാതാപിതാക്കളെയൊക്കെ നോക്കി അവർ സസുഖം തറവാട്ടിൽ താമസിക്കും. രണ്ടാമത്തെ ആങ്ങള അഗസ്റ്റിൻ, അവനൊരു സാമൂഹ്യ പ്രവർത്തകനാണ്, ഒപ്പം +2 അധ്യാപകനാണ്, ഭാര്യ അധ്യാപിക. എൻ്റെ മൂന്നാമത്തെ ബ്രദറ് പാറ്റ്ന ജെസ്യൂട്ടിലെ വൈദികനാണ്. ഇങ്ങനെ എനിക്ക് 3 ബ്രദേഴ്സാണ് ഉള്ളത്. സിസ്റ്റർ സന്യാസ ജീവിതത്തിലേക്ക് കടക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം പറഞ്ഞു. പരിശീലന കാലഘട്ടത്തിലുള്ള കാര്യങ്ങളൊന്നും വിശദീകരിക്കാമോ? പരിശീലന കാലഘട്ടം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ വിഭാവനം ചെയ്യുന്ന ഒരു പരിശീലനമല്ല ഞങ്ങൾക്ക് ലഭിച്ചത്. സഭയുടെ ആരംഭമാണ്, നിയമാവലികളൊന്നും
എഴുതി പ്രിൻ്റ് ചെയ്തതൊന്നുമില്ല. ഞങ്ങൾക്ക് പരിശീലനം തന്നതിൽ ഞങ്ങളുടെ നോയ്സ് മിസ്ട്രസ് ആയിരുന്നത് മെഡിക്കൽ സിസ്റ്റേഴ്സ് ഓഫ് സെൻറ്റ് ജോസഫ്, അതായത് ധർമ്മഗിരി സിസ്റ്റർ മദർ ട്രീസയാണ് ഞങ്ങൾക്ക് തന്നത്. അതിനു മുമ്പ് നമ്മുടെ സന്യാസ സഭയിലെ തന്നെ സിസ്റ്റേഴ്സ് പോസ്റ്റൻസ് ഒക്കെ ചെയ്തു. അപ്പോൾ ഈ വന്ന കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് അധ്വാനമായിരുന്നു പ്രധാന ഫോർമേഷൻ, നിരന്തരമായ അധ്വാനം. അത് പിന്നെ കെട്ടിടം പണിയുണ്ട്. അപ്പോൾ അതിൻ്റെ മുഴുവൻ പണികളിൽ മേസ്ത്രി മാത്രമേ ഉള്ളൂ. സിമെൻറ്റ് കൂട്ടൽ, മണലരിക്കൽ, കല്ല് പൊട്ടിക്കൽ, കല്ല് ചുമട്, ഈ വലിയ കല്ല് പൊട്ടിക്കുന്നത് മാത്രം വേറെ ആൾക്കാർ. അത് കഴിഞ്ഞാൽ മെറ്റിലടിക്കുന്നത് ഇതെല്ലാം ഞങ്ങൾ തന്നെയാണ്. ഞങ്ങൾക്കൊന്നും വിഷമമില്ല. പിന്നെ എന്തായിരുന്നു ചോദിച്ചാൽ ഭക്ഷണവും തീരെ കുറവായിരുന്നു, തീരെ കുറവാണ്. ഈ തലശ്ശേരിയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പും പിന്നെ കുറച്ച് കപ്പ, വെള്ളുകപ്പ നെല്ലിക്കുറ്റിയിൽ നിന്ന് മഴ നനഞ്ഞു പോയി വിൽക്കാൻ പറ്റാത്തത് ഞങ്ങൾക്ക് പന്നിക്ക് കൊടുക്കാനെന്ന് പറഞ്ഞ് അവർ തന്നു. പക്ഷെ ഞങ്ങളാണ് ഭക്ഷിച്ചത്. നിറയും പുഴുവൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അതിനൊന്നും ഒരു വലിയ വിഷമം തോന്നിയില്ല. കാരണം ലക്ഷ്യം ഇതാണ്, ഇത് മിഷനറി സഭയാണ്. എനിക്ക് എൻ്റെ ഹൃദയത്തിൽ അതാ മിഷന് ഞാൻ വന്നു. ഇനി ഞാൻ എന്തായാലും പിന്നെ അന്നൊക്കെ ഞാൻ ആലോചിക്കുമായിരുന്നു, എൻ്റെ ഇത്രയും പട്ടിണി കിടക്കാതെ എൻ്റെ വരാൻ പോകുന്ന സഹോദരിമാർക്ക് എന്തെങ്കിലും ചെയ്യാൻ എന്നെ ഉപകരണമാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥന വഴിക്ക് വഴിയെ പറയുമ്പോൾ അത് ദൈവം അതും സാധിച്ചു തന്നു. മറ്റൊരു പ്രാർത്ഥന ഈ തീർത്തും ഇനി പട്ടിണി കൊണ്ട് രോഗം വരാൻ സാധ്യതയുണ്ടല്ലോ, അങ്ങനെയാണേലും ഈശോയെ തിരിച്ചിവിടെ ഉണ്ട്, ഇതിൽ തന്നെ കിടന്ന് മരിച്ചാലും കുഴപ്പം. അങ്ങനെ ഞങ്ങൾ പരസ്പരം ബാച്ചുകാർ പറയും, നമ്മൾ ദൈവവിളി പോകാതെ ജീവൻ നിൽക്കത്തക്ക പോലെ കർത്താവ് ഒരു ഊർജം തന്നാൽ മതി എന്ന് ഒരു പ്രാർത്ഥന ഞങ്ങൾക്കുണ്ടായിരുന്നു. ഒരു ജലദോഷം പോലും വന്നില്ല. കിടക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ 2 നില കട്ടിലാണ്, 2 നില കട്ടിൽ. ഈ കട്ടിലിൻ്റെ മുകളിൽ കിടക്കുമ്പോൾ ഈ മഴ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും മുകളിൽ നിന്ന് വെള്ളം ഇറ്റിറ്റ് വീഴും. ഈ വാർക്ക അത്ര ശരിയല്ല. അപ്പോൾ എന്ത് ചെയ്യുന്നത്, ഈ പന്നിക്കൂട്ടിൽ പോകുമ്പോൾ ഒരു പ്ലാസ്റ്റിക് ഉണ്ട് ഞങ്ങൾക്ക്. ആ പ്ലാസ്റ്റിക് ഇതിൻ്റെ പൊക്കത്തിലിട്ടാണ് ആ കിടക്കുന്നത്. അവിടെ ഒരു പാതിരാകുമ്പോൾ എഴുന്നേറ്റിട്ട് അതിങ്ങനെ അങ്ങ് മറിക്കും. എന്നിട്ട് വീണ്ടും കിടക്കും. നല്ല സുഖമായ ഉറക്കമാണ്. ഇതൊന്നും ഒരു ഉറക്കത്തെ ബാധിക്കുന്നില്ല, സന്തോഷത്തെ ബാധിക്കുന്നില്ല, ആരോഗ്യത്തെ ബാധിക്കുന്നില്ല, ഒരു പ്രശ്നവും ബാധിക്കുന്നില്ല. പക്ഷെ സംഭവിക്കുന്നുണ്ട് ഇതെല്ലാം. ഇങ്ങനെയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. ദൈവത്തിൻ്റെ സംരക്ഷണം ഇസ്രായേൽ ജനത്തെ നയിച്ചത് അതേപോലെ അനുഭവിച്ചറിഞ്ഞ ദിവസങ്ങളാണത്. അത് ഓർക്കുമ്പോൾ ഇന്ന് എനർജിയാണ്, സന്തോഷമാണ്, സംതൃപ്തിയാണ് ഇന്നത്തേക്കായി കൂടുതൽ. അത് ഓർക്കുമ്പോൾ ഒരിക്കലും ദുഃഖത്തിൻ്റെ ഒരു ഇത് ആർക്കുമില്ല. അല്ല, അപ്പോൾ നമുക്കത് സാധിച്ചല്ലോ, ദൈവം നമുക്കത് സാധിച്ച് തന്നല്ലോ എന്നുള്ളത്. പിന്നെ ഇങ്ങോട്ടുള്ള ജീവിതത്തിലാണേലും പിന്നെ ഞാൻ ഓഗസ്റ്റ് ആദ്യം വന്നിട്ട് സെപ്റ്റംബറിൽ വീട്ടിൽ പോകാം അവധിക്ക്. തിരിച്ച് വീട്ടിൽ ചെന്നാണ് കഞ്ഞി കുടിച്ചത്. 30 ദിവസവും കഞ്ഞി കിട്ടിയിട്ടില്ല. എന്നിട്ട് വീട്ടിൽ ചെന്നപ്പോൾ ഒരു രസാവകമായൊരു സംഭവം ഉണ്ടായി. ചാച്ചൻ രാഷ്ട്രീയമായതുകൊണ്ട് വളരെ വൈകിയേ വരുള്ളൂ. ചാച്ചന് ഭക്ഷണം കൊടുത്തിട്ടേ അമ്മ ഉറങ്ങുള്ളൂ. ഞങ്ങളൊക്കെ നേരത്തെ ഉറങ്ങി. പക്ഷേ എനിക്കന്ന് ഉറക്കമൊന്നും വന്നില്ല, ഞാൻ കിടക്കുക. അപ്പോൾ അമ്മയൊരു അഭിപ്രായം ചാച്ചനോട് പറഞ്ഞു, നമ്മുടെ പെണ്ണിന് നല്ല സന്തോഷമാണെന്നാണ് തോന്നുന്നത്. കാരണം പണ്ടൊക്കെ ഞാൻ നിർബന്ധിച്ച് മടുക്കും, തിന്നടി എന്ന് പറയും. മറ്റേ മഠത്തിൽ നിന്നപ്പം ഇതൊക്കെ സന്തോഷമില്ലായിരുന്നു, ഇവളൊന്നും തിന്നിയല്ലായിരുന്നല്ലോ. ഇപ്പം വന്നപ്പോൾ ഉണ്ടല്ലോ, ഒന്നും പറയുകയും വേണ്ട, ഒന്നും വേണ്ട, എടുക്കുക, തിന്നുക, ഉണ്ടാക്കുക, എന്നാ ബഹളമാണ് ഇവിടെ എന്നറിയാവോ എന്ന് അമ്മ സംതൃപ്തിയോടെ. ഞാനത് കേട്ടു. ചാച്ചൻ അന്നേരം അറിയാം ഇത് വിഷമാണ്. പക്ഷേ ചാച്ചൻ ഒന്നും വേണ്ടി കേട്ടില്ല. അങ്ങനെയൊക്കെ ഉള്ള കമൻ്റാണ് എൻ്റെ അമ്മച്ചി ഈ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വളരെ സന്തോഷമായിട്ട് ആ കാലഘട്ടം വ്രതവാഗ്ദാനത്തിനാണേലും നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ട് പോകാനില്ലായിരുന്നു. ഇങ്ങനെ അത്രയും ബുദ്ധിമുട്ടിയായിരുന്നു. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഉടനെ തന്നെ ഒരു കുറച്ച് ദിവസത്തേക്ക് ഞാൻ കോഴിക്കോട് വെസ്റ്റ് ഹിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ചെറിയ ബെഥനി സിസ്റ്റേഴ്സിൻ്റെ ഒരു ചെറിയ കെട്ടിടത്തിൽ താമസിക്കാൻ പോയി. അവിടെ 2-3 സിസ്റ്റേഴ്സ് പഠിക്കാനുണ്ടായിരുന്നു. അവർക്ക് കഞ്ഞി വെച്ച് കൊടുക്കുകയും പിന്നെ അവർ എന്നും നടന്നാണ് വരുന്നത്, തുണിയൊക്കെ ഇളക്കി കൊടുക്കുക. ഞങ്ങളങ്ങനെയാണ്.
എല്ലാവരും കോമൺ ആയിട്ട് തുണി അലക്കുക, ഭക്ഷണം തന്നെ തയ്യാറാക്കുക. അന്ന് അടുക്കള ജോലിക്കൊന്നും ആരുമില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു. അത് ചെയ്തിരുന്നപ്പോഴാണ് ഞങ്ങളുടെ നോയ്സ് മിസ്ട്രസ് അവരുടെ തനതായ സഭയിലേക്ക് MSTയിലേക്ക് പോയി, മദർ ട്രീസ. അപ്പം മദർ ട്രീസ എന്നെ വിളിച്ചത് അങ്കമാലി ആശുപത്രിയിൽ പിന്നെ ലാബ് പഠിക്കാൻ വരണം എന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ ലാബ് പഠിക്കാനായിട്ട് അങ്ങ് പോവുകയാണ് ചെയ്തത്. അവിടെ ചെന്നിട്ടാണെങ്കിലും പിന്നെ എനിക്ക് സന്തോഷമായിരുന്നു. ഒത്തിരി അധ്വാനം ഉണ്ടായിരുന്നു. കാരണം അവിടെ ചെന്നപ്പോൾ പഠിക്കുകയും ജോലി ചെയ്യുകയും കൂടെ ചെയ്യണമായിരുന്നു. അതിലും എനിക്ക് വിഷമമൊന്നും തോന്നില്ല. ഞാനതൊക്കെ ചെയ്തു, നന്നായിട്ട് ചെയ്യുകയും ചെയ്തു. അവർക്ക് താല്പര്യമായിരുന്നു. അതുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരെനിക്ക് പൈസ തരാൻ തുടങ്ങി. ഒരു നേഴ്സിൻ്റെ ശമ്പളം എനിക്ക് തരുന്നു. അതൊരു വിരോധാഭാസമായിട്ട് എനിക്കും തോന്നി, എൻ്റെ കൂടെയുള്ളവർക്കും തോന്നി. എന്താ ഈ ഒരാൾക്ക് ഇങ്ങനെ കൊടുക്കുന്നേ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം ആ മദർ എന്ത് ചെയ്തു, കുറേ അഡീഷണൽ ഡ്യൂട്ടി എനിക്ക് കിട്ടും. ഹോസ്റ്റലിലെ കുറേ കാര്യങ്ങൾ ചെയ്യണം, പിന്നെ ലാബിൻ്റെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ പെട്ടെന്ന് തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചാർജ് അങ്ങ് തന്നു. ചാർജ് തന്നു കഴിഞ്ഞപ്പോൾ സ്റ്റാഫായില്ലേ. അങ്ങനെ അത് ആ മദർ അങ്ങോട്ട് പരിഹരിച്ചു, തെറ്റിദ്ധാരണ. അങ്ങനെ ഭയങ്കര പരിഗണന കിട്ടി. അത് കഴിഞ്ഞ് അവിടെ നിന്നാണേലും പിന്നെ നിലമ്പൂർക്കാണ് ഞാൻ വരേണ്ടത്. ഞങ്ങൾക്ക് ഫോർമേഷൻ ബുക്കുകളൊന്നും ഇല്ലല്ലോ. ഞങ്ങളുടെ സ്ഥാപക പിതാവിൻ്റെ ക്ലാസ് ഉപദേശം അത് ഞങ്ങളുടെ ബാച്ച് 6ാമത്തെ ബാച്ചായതുകൊണ്ട് അപ്പോഴത്തേക്കും ഞങ്ങളുടെ അച്ഛനെ കോപ്പറേറ്റീവ് മാനേജറായിട്ട് തലശ്ശേരിക്ക് പോയി. അതുകൊണ്ട് അധികം ക്ലാസ്സുകൾ കിട്ടിയില്ല. പിന്നെയുള്ളത് മദറിൻ്റെ ക്ലാസ്സാണ്, MSTയിലെ മദർ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾ നല്ല മക്കളായി വളരുക, ആകെപ്പാടെ ഉള്ള നല്ല സ്നേഹമുള്ള മക്കളായി വരിക, തമ്പുരാനെ പ്രതി അധ്വാനിക്കുക. ഞാൻ അതിൻ്റെ പല ക്ലാസ്സിൻ്റെ ആകെത്തുക ഞാൻ ചിന്തിച്ചു. നല്ല പോലെ അധ്വാനിക്കുക, സ്നേഹമുള്ള മക്കളായിട്ട് വളരുക. അല്ല, മദറും ഒരു മെഡിക്കൽ പേഴ്സണാണ്, വലിയ തിയോളജി ഒന്നും പഠിച്ചാലല്ല. അങ്ങനെ ആ കാര്യം എന്നെ എപ്പോഴും നമ്മൾ ദൈവത്തിലേക്ക് യാത്ര ചെയ്യുന്നവരാണെന്നൊരു ഭാഗ്യം മദർ പറഞ്ഞു ഒരിക്കൽ. അന്ന് കഴിഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മൾ ഓരോ കാൽപ്പാടുകൾ എടുത്തു വെക്കുകയല്ലേ, അത് ഇങ്ങനെ ദൈവത്തിലേക്കുള്ള യാത്ര. ഇപ്പോൾ പണിയേരുടെ വീട്ടിൽ പോയാൽ അത് ദൈവത്തിലേക്കുള്ള യാത്ര, അല്ലെങ്കിൽ പിന്നെ പള്ളിയിലേക്ക് പോകുന്ന പോലെ തന്നെയാണ് ഒരു പണിയൻ്റെ. അതെൻ്റെ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. സിസ്റ്റർ നിലമ്പൂരിലേക്ക് വന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ, ആ സമയത്തുള്ള ശുശ്രൂഷയെക്കുറിച്ചൊന്ന് പറയാമോ? ആ സമയത്തുള്ള ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഞാൻ ലാബ് പഠിച്ചിട്ടല്ലേ വന്നത്. ഞങ്ങൾക്ക് സ്വന്തമായ ആശുപത്രിയൊന്നുമില്ല. അങ്ങനെ വന്നപ്പം ഒരു ഡോക്ടർ ജോയിക്കുട്ടിയുടെ ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് പ്രവേശിച്ചു. പക്ഷെ ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുമ്പം തന്നെ എനിക്ക് പല രോഗത്തിൻ്റെ TB, ടൈഫോയിഡിൻ്റെയൊക്കെ ഒരു ആരംഭം ഉണ്ടായിരുന്നു. എനിക്ക് ആ അസുഖം അനുഭവപ്പെട്ടെങ്കിലും പരിശോധിക്കുമ്പോൾ ഒന്നും കാണുന്നുമില്ലായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, എനിക്ക് ഈ രക്തം എൻ്റെതൊന്ന് പരിശോധിച്ചാൽ തീർച്ചയായും അറിയാമെന്ന്. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ഒരു ദിവസം വൈകിട്ട് എൻ്റെ അസിസ്റ്റൻറ്റിനോട് പറഞ്ഞു, എൻ്റെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വെച്ചു, ഞാൻ മരിക്കുകയാണെങ്കിലും എനിക്ക് രോഗം ഉണ്ടായിരുന്നു എല്ലാവരും ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രി ഞാൻ ബോധക്കെട്ട് പോയി. അപ്പോൾ എൻ്റെ അസിസ്റ്റൻ്റ് വർഗീസ് വേഗം ഈ റിസൾട്ട് എടുത്തുകൊണ്ട് വന്നു. ഡോക്ടറെ, സിസ്റ്ററിന് ടൈഫോയിഡ് അങ്ങേയറ്റമായിരുന്നതാ എന്ന്. അപ്പോഴും ഡോക്ടർക്ക് വിഷമായി. നല്ലൊരു ഡോക്ടറായിരുന്നു, ഇങ്ങനെ ശ്രദ്ധയൊക്കെ ഉള്ള ഡോക്ടർ. എന്നിട്ട് പിന്നെ ബാക്കി ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ബ്ലഡില്ല ഒട്ടും. വൈറ്റ് സെൽസ് എന്ന് പറഞ്ഞ സാധനം 5000 എങ്കിലും വേണം, എനിക്ക് 1000 പോലും ഇല്ല. അപ്പം ആൻറ്റിബയോട്ടിക് ഒന്നും എടുക്കത്തില്ല, ഇനി എന്താ ചെയ്യണ്ടേ? ആകെപ്പാടെ വിഷമായിട്ട് ഡോക്ടർ എന്നെ ഞാൻ പഠിച്ച അങ്കമാലിയിൽ കൊണ്ടുപോയി, അവിടുന്ന് ലിസിയിൽ കൊണ്ടുപോയി. എല്ലാവരും പറഞ്ഞു ഹാർട്ട് ഫെയിലിയറായി, കിഡ്നി ഡാമേജായി, പിന്നെ മരുന്നൊന്നും കൊടുക്കാൻ പറ്റാത്ത സ്റ്റേജാണ്, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, കഷ്ടിച്ച് 2 മാസം നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെയുള്ള സിസ്റ്റർ മേഴ്സി, എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന, അമ്മയെപ്പോലെയും ചേച്ചിയെപ്പോലെയും സ്നേഹിക്കുന്ന ഒരു സിസ്റ്ററാണ്. എല്ലാം എനിക്ക് എന്നെ എത്ര പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയൊരു സ്നേഹമാണ് ആ സിസ്റ്ററിന്. വേറെ ഒരു അലക്സ് സിസ്റ്ററുണ്ട്, അവർ 2 പേരും ഞാൻ കൊച്ചു സിസ്റ്റർ, അവർ സീനിയേഴ്സ്. അപ്പോൾ ആ സിസ്റ്റർ അങ്ങ് വല്ലാതെ വിഷമായി. അപ്പം നിലമ്പൂർ തന്നെ എനിക്ക് കുർബാനയൊക്കെ തന്ന് പിന്നെ വേണ്ടതെല്ലാം ചെയ്തിട്ടാണ് കൊണ്ടുപോയത്. ഇതും കൂടി ആയപ്പോൾ സിസ്റ്റർ വിഷമം. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു,
ആ സിസ്റ്ററിനോട് നേരെ അങ്ങ് പറഞ്ഞേരെ, അല്ലെ ആ സിസ്റ്റർ പിന്നെയും പോയി പണിയെടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നെ പറഞ്ഞു, അത്രയും 2 മാസം എന്ന് പറഞ്ഞില്ല, സിസ്റ്ററിന് അറിയാമല്ലോ, ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യുന്ന ആളല്ലേ, ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് നമ്മുടെ അവസ്ഥ വളരെ മോശമാണ്, ഇനി എത്ര നാളെന്ന് പോലും പറയാൻ പറ്റിയാലല്ലോ, അതിപ്പോൾ പോയി റെസ്റ്റൊക്കെ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് വലിയ ആശ്വാസമായിട്ട് ഡോക്ടർ നെൽസൺ എന്ന് പറയാം. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ വ്രതം ചെയ്യുമ്പോൾ എന്നാ പറയുന്നതെന്ന് അറിയാവോ എന്ന് ചോദിച്ചു. എന്നാ പറയുന്നത്, എത്ര നാൾ ജീവിച്ചോ അത്രയും നാളെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ലോങ് ലൈഫിനെ പറ്റി ചിന്തിക്കേണ്ട അത് എന്ന് പറഞ്ഞ് ഞാൻ എന്താണെന്ന് വിചാരിച്ചില്ല. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഉള്ളിൽ ഭയമൊന്നും തോന്നിയില്ല. എന്നിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ ഈ ആശുപത്രി ജോലി ചെയ്യാം. ഈ ജോലി ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഉച്ച കഴിയുമ്പോൾ എനിക്ക് എപ്പോഴും തലകറക്കം വരും. അപ്പം ഗ്ലൂക്കോസ് കയറ്റും. ഇങ്ങനെ ഗ്ലൂക്കോസ് കയറ്റിക്കൊണ്ടിരുന്നപ്പം ഒരു ദിവസം തല കറങ്ങിയപ്പോൾ വർഗീസ് പോയി പറഞ്ഞു, സിസ്റ്റർ കിടന്നു കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറും ഈ മേഴ്സിയും സിസ്റ്റർ അലക്സ് ലേബർ റൂമിലാണ്, അവിടുന്ന് അവർക്ക് വരത്തില്ല. ഉടനെ അവർ പറഞ്ഞു, ചായ മേടിച്ച് കൊടുക്കുക സ്ട്രോങ് എന്ന് പറഞ്ഞു. ചായ മേടിച്ച് കൊടുക്കാൻ പറഞ്ഞപ്പം ഈ സിസ്റ്റേഴ്സ് അകത്തെന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് എല്ലാവർക്കും മേടിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് വലിയൊരു കപ്പ് നിറയെയും ചായ കൊണ്ടുപോകും. സിസ്റ്റർ ചായ കൊണ്ടുവന്ന് കുടിച്ചോളാൻ പറഞ്ഞപ്പോൾ ഇത് മുഴുവൻ എനിക്കതാ ഞാൻ വിചാരിച്ചത്, ഞാനത് മുഴുവൻ കുടിച്ചു. അപ്പോൾ ഞാൻ ഫ്രഷായി, വീണ്ടും ജോലി തുടങ്ങി. ഡോക്ടർ വന്ന് നോക്കിയപ്പം ചായക്ക് വന്നതാണ് ഡോക്ടർ, ചായ ഒന്നുമില്ല, സിസ്റ്റർ മുഴുവൻ കുടിച്ചു എന്ന് വർഗീസ് പറഞ്ഞു. അപ്പോൾ ഡോക്ടറുടെ മുഖം വ്യത്യാസമാണ്. അപ്പം ഞാൻ ഓർത്ത്, ഈ ചായ എല്ലാം കുടിച്ചത് കൊണ്ടാണ് ഡോക്ടർക്ക് ഒരു അരിശം വന്ന പോലെയോ, എന്തോ ഒരു മുഖഭാവം വ്യത്യാസം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അതല്ല, ഡോക്ടർക്ക് സങ്കടം വന്നു. ഭക്ഷണത്തിൻ്റെ അഭാവമാണ്, ഇപ്പോൾ കിട്ടിയപ്പം ഫ്രഷായല്ലോ. അന്ന് തുടങ്ങി ഡോക്ടർ തന്നെ കുറച്ച് ഭക്ഷണമൊക്കെ ഹോസ്പിറ്റലിൽ അറേഞ്ച് ചെയ്ത് അങ്ങനെ സുഖമായി പോയി. എന്നാലും ആരോഗ്യം വളരെ മോശമാണ്, രക്തമായില്ല. ആ സമയത്താണ് ഞങ്ങളുടെ ഒരു മിഷൻ ഹൗസ് ഗൂഡല്ലൂർ കുടിയിറക്കും. അവിടെ 9 കിലോമീറ്ററിനുള്ളിൽ ഒത്തിരി ആളുകൾ കുടിയേറി, വേറെ 8 സ്ഥലത്ത് കുടിയേറി. അപ്പോൾ ഈ 9 കിലോമീറ്ററിനുള്ളിൽ കുടിയേറിയ അവിടെ മെഡിക്കലായിട്ടൊന്നുമില്ല. ഒരു ഡിസ്പെൻസറി സ്ഥാപിക്കാൻ CMI സഭയിലെ ഫാദർ ജോൺ തോണിപ്പാറ ആവശ്യപ്പെട്ടു. ഞാൻ അവരെ നോക്കിക്കോളാം 1 കൊല്ലത്തേക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ വർഷം വേറെ ഒരു സിസ്റ്ററാണ് പോയത്. ആ സിസ്റ്ററിന് സുഖമില്ലാത്തതുകൊണ്ട് തിരിച്ചുപോയി. പിന്നെ വെക്കുന്ന എന്നെയാണ് 74 തുടങ്ങി. അപ്പോൾ എനിക്ക് എന്നെ അങ്ങോട്ട് വെച്ചു, സ്ഥാപക പിതാവ് പറഞ്ഞു, എന്നെ അങ്ങ് വെച്ചു. അപ്പോൾ എല്ലാവർക്കും വിഷമം, പോയാൽ ജീവിക്കുകയല്ല, മരിച്ചു പോകും. സിസ്റ്റർ ഈ രോഗാവസ്ഥയിലാണോ നിലമ്പൂരിൽ നിന്ന് ഗൂഡല്ലൂരൊക്കെ പോകുന്നത്? അതെ, ഈ രോഗങ്ങളെല്ലാം നിലവിലുണ്ട്. ചികിത്സ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ട്രാൻസ്ഫർ കിട്ടുന്നത്. അപ്പോൾ എൻ്റെ സീനിയർ സിസ്റ്റർ മേഴ്സിക്കൊക്കെ വലിയ ദുഃഖമായി. അവർ പറഞ്ഞു, അച്ഛനോട് പോയി പറഞ്ഞാൽ മാറ്റിത്തരും എന്ന്. പക്ഷേ അന്നങ്ങോട്ട് വിടാൻ ഈ മെഡിക്കലായിട്ടുള്ള ഒരു കുറവായിരുന്നു കേട്ടോ. ഞങ്ങളുടെ സഭയിലായി വരുന്നല്ലേ ഉള്ളൂ, അതെനിക്കറിയാം. അല്ലെങ്കിലും പിന്നെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട് ഈ മിഷൻ എന്നുള്ളത്. അപ്പോൾ എനിക്ക് സന്തോഷമായി, മിഷന് പോകാൻ ഒത്തു എന്നുള്ള ഒരു സംതൃപ്തി എൻ്റെ മനസ്സിൽ വന്നു. അപ്പോൾ ഞാൻ സിസ്റ്റർ മേഴ്സിയോട് പറഞ്ഞു, സിസ്റ്റർ മേഴ്സി, ഞാൻ മരിച്ചാലും നിങ്ങൾ ഈ മണ്ണിൽ കൊണ്ടുവെക്കും, അവിടെ മരിച്ചാലും മണ്ണിൽ കൊണ്ടുവെക്കും, പിന്നെ എന്നെ വിടാൻ സമ്മതിക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചു. പിന്നെ അവരേതായാലും അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞതല്ലേ, പിന്നെ അനുസരണം ബലിയ അങ്ങനെയെല്ലാം കുറേ ഉപാധികൾ പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചു. ഇനി പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ബസ് ഇറങ്ങിയിട്ട് ഒരു 5 കിലോമീറ്റർ നടക്കണം. അതിനുള്ള സാധ്യത എനിക്ക് വളരെ വിഷമമാണ്. അതുകൊണ്ട് ഒരു വലിയ കുടയൊക്കെ വാങ്ങി, ആ കുട വടിക്ക് പകരം കുത്തി പോകാനുള്ള ഒരുക്കത്തിലാണ്. ബസ് വന്നിറങ്ങി, പിന്നെ പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അന്നേരം ഒരു വ്യക്തി എന്നോട് വന്ന് ചോദിച്ചു, സിസ്റ്റർ കുന്തലാടിക്കാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ, കുന്തലാടിക്ക് പോകാനാണ്. എന്നാൽ എനിക്കൊരു വണ്ടിയുണ്ട്, അതേ കയറിക്കോ, ഞാൻ ആ മടത്തി കൊണ്ട് വിടാം എന്ന് പറഞ്ഞു. എൻ്റെ കൂടെ വന്ന സിസ്റ്ററും ഞാനും കൂടെ അതേ കയറി പിന്നെ കോൺവെൻറ്റിൽ കൊണ്ടുവന്നവർ വിട്ടു. എനിക്ക് തോന്നുന്നത് നടന്നു വന്ന ഈ TB അസുഖം ഉണ്ടല്ലോ, പനി എങ്ങാനും വന്നാൽ ആകെ പ്രശ്നമാകുമെന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. എന്നാൽ അന്നേരം കൃത്യമായിട്ട് അങ്ങോട്ട് വണ്ടികളൊന്നും ഉള്ളതല്ല. ഒരു 4 വീൽ ഡ്രൈവ് ചെയ്യുന്ന ഒരു ജീപ്പ്, അസാധാരണമായിട്ട് വല്ല ആവശ്യങ്ങൾക്കൊക്കെ പോകുന്ന അവിടെ കൊണ്ടുവന്ന് ആക്കി.
മാസാമാസങ്ങളിൽ ഒരു വലിയ ഇഞ്ചക്ഷനുണ്ട് എനിക്ക് പെണ്ണൂർ. പക്ഷേ അതിനൊക്കെ പോകണമെങ്കിൽ 6 മണിക്ക് 5 കിലോമീറ്റർ നടന്ന ഒരു ബസ്സുണ്ട് രാവിലെ 6 മണിക്ക്. അപ്പോൾ ഒരു 4 മണിക്കൊന്നും പോയാൽ പോരാ. ഏത് 2 ആണുങ്ങൾ വേണം, പന്തം കത്തിക്കണം. പിന്നെ അവിടെ ഒരു ഈ കരടിയുടെ ശല്യമൊക്കെ ഉണ്ട്. ആ ദിവസങ്ങളിൽ ഒരു CMI അച്ഛനെ പിന്നെ കരടി പിടിക്കുകയൊക്കെ ചെയ്തതാണ്. അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ പോകാനും വിഷമമുണ്ട്. മറ്റുള്ളവരെയൊക്കെ വിളിച്ചു വരുത്തിയൊക്കെ വേണ്ടേ. ഏതായാലും പിന്നെ ഇവിടെ വന്നപ്പം ഈ പുരുഷന്മാരൊക്കെ തന്നെ ഒളിവിലോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാണ്. പട്ടിണി ഭയങ്കരമാണ്. രോഗാവസ്ഥയിൽ വണ്ടി പിടിച്ച് പോകാൻ ആർക്കും പറ്റിയല്ല. അതേപോലെ തന്നെയാണ് പിന്നെ എടുത്തുകൊണ്ട് പോകാനാണെങ്കിൽ ആണുങ്ങൾ വേണ്ടേ പ്രസവമൊക്കെ. അപ്പം ഞങ്ങൾ പ്രസവമൊക്കെ എടുക്കാനായിട്ട് വീടുകളിൽ പോകും. ഏത് രോഗിക്കും വീട്ടിൽ പോയി ചികിത്സിക്കും. ഞാൻ നേരം ബഹുമാനപ്പെട്ട അച്ഛന് കൂടുതൽ സിസ്റ്റേഴ്സിനെ നിയമിച്ചു. ചെറിയൊരു സ്ഥലമാണ്. ഞങ്ങൾ മുട്ടി ഇങ്ങനെ അയല അടിക്കുകയെന്ന് പറയല്ലേ, എന്ന് പറഞ്ഞാൽ കിടക്കാൻ ഒരു ഇച്ചിരി സ്ഥലം. സക്രാരിയുടെ നേരെ താഴെ ഇങ്ങോട്ട് കിടക്കും. അങ്ങനെ രാത്രി കിടക്കാനും ഒന്നും സ്ഥലമില്ല. ഭയങ്കര തണുപ്പാണ്. ഈ തണുപ്പിന് പറ്റിയ പുതപ്പുകളൊന്നും ഞങ്ങൾക്ക് അന്ന് ഇല്ല. ഞങ്ങൾ എന്താ വെച്ചാൽ ഈ വളം കെട്ടി വരുന്ന ചാക്കുണ്ട്, വലിയത് വളം. ഈ ചാക്കിനകത്ത് കയറിയാണ് ഞങ്ങൾ കിടക്കുന്നത്. അങ്ങനെ നല്ല സുഖമാണ്, നല്ല ചൂട് കിട്ടും. അങ്ങനെ ഞങ്ങളെല്ലാവരും ചാക്കിൽ കയറി കിടക്കും രാവിലെ. പിന്നെ ഒരു ചാക്ക് ഇങ്ങനെ തലയിൽ കൂടെ ഇങ്ങോട്ട് വിടും. അങ്ങനെ ആണ് രാത്രി കാലങ്ങളിലൊക്കെ കഴിച്ചു കൂട്ടും. ആദ്യകാലഘട്ടങ്ങളിൽ സിസ്റ്റർ ചെറുപ്പമാണ്. അപ്പം കുന്നു കയറി ഇറങ്ങി നടക്കാനൊക്കെ നല്ല ആരോഗ്യമുണ്ട്. പിന്നെ ഒരു ശുശ്രൂഷ മനോഭാവം ഉണ്ടായിരുന്നു. അപ്പം രാവിലെ എന്തെങ്കിലും ഭക്ഷണം കോൺവെൻറ്റിൽ നിന്ന് കുർബാന കഴിഞ്ഞ് എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് പോകും. വീട് സന്ദർശനമാണ് മെയിൻ. രോഗികളെ സന്ദർശിക്കുക, പിന്നെ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുക. അതിന് മറ്റ് സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിലും മെയിനായിട്ട് ഇന്നസെൻ്റ് സിസ്റ്ററാണ് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാവർക്കും സിസ്റ്ററെ അറിയാം. അന്ന് മുതൽ ഇന്നേ കാലം വരെ സിസ്റ്ററിനെ എല്ലാവർക്കും പരിചയമാണ്. ഏത് ആൾക്കാർക്കും അവർക്കൊക്കെ നല്ല മതിപ്പും നല്ല സ്നേഹവും ഒക്കെയാണ്. അന്ന് ആശുപത്രികളും ഒന്നുമില്ല. ചെറിയ പ്രൈമറി ഗവൺമെൻറ് സ്കൂളുകൾ, പ്രൈമറി മിഡിൽ സ്കൂൾ, ഇങ്ങനെ സ്കൂളുകളൊക്കെ ഉള്ളൂ. ആ ദൂരക്കൂടെ ഹൈസ്കൂളൊക്കെ, വിതർക്കാട് ഹൈസ്കൂളുള്ളൂ. അപ്പം പിന്നെ ആശുപത്രി എന്ന് പറയാൻ ഈ ബത്തേരി വരണം. അന്ന് ഈ വാഹന സൗകര്യങ്ങളൊന്നുമില്ല, റോഡ് ഇല്ല. കുന്നനാളിലൊക്കെ ഒരു വാഹനവും ഇല്ല. മുതലാളിമാർക്ക് 1-2 ജീപ്പുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ 3-4 കിലോമീറ്റർ വിതർക്കാട് വരെ നടക്കണം. അതിനൊന്നും ആരും പോകുകയില്ല. അങ്ങനെ നിവൃത്തിയില്ലാതെ വരുമ്പോൾ മടത്തി ചെല്ലും, മരുന്ന് വാങ്ങും, കഴിക്കും. മിക്കവാറും രോഗം മാറും. അതുപോലെ പ്രസവത്തിനൊക്കെ ആണെങ്കിലും എല്ലാവരും സിസ്റ്റേഴ്സിനെയാണ് വിളിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കൂടുതൽ ഒരു ചേട്ടത്തി തന്നെ സിസ്റ്ററോട് ഒരു ദിവസം ചോദിച്ചു, എൻ്റെ മകൾക്ക് പാതിരിക്ക് അസുഖമാകുന്നെങ്കിൽ നിങ്ങളെ വിളിച്ചാൽ വരുമെന്ന്. സിസ്റ്റർ ഉടനെ പറഞ്ഞു, ഏത് സമയത്ത് വിളിച്ചാലും ഞാനവിടെ ഉണ്ടെങ്കിൽ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ പിറ്റേ ദിവസം വരേണ്ടി വന്നു. സിസ്റ്ററെ വിളിച്ച് സിസ്റ്റർ പോവുകയും ചെയ്തു. അങ്ങനെ ഏത് വീട്ടിലാണ്. അന്ന് ഒരിക്കൽ സിസ്റ്റർ പറഞ്ഞു, ഒരു വീട്ടിൽ ചെന്നപ്പം ഇതിന് ഭയങ്കര ക്ഷീണമാണ്, പ്രസവ സമയമാണ്. ഒരു ചെട്ടിച്ചിക്ക് ഭയങ്കര ക്ഷീണമാണ്, നിങ്ങൾ ഇച്ചിരി കഞ്ഞിവെള്ളം ഉപ്പൊഴിച്ച് കൊണ്ടുവന്ന് കൊടുക്കുക, ക്ഷീണം മാറാനെന്ന് പറഞ്ഞു. അപ്പം അന്നേരം ഉടനെ അവിടുത്തെ അതിൻ്റെ അമ്മ പറഞ്ഞു, കഞ്ഞി ഇന്ന് വെച്ചിട്ടില്ല എന്ന്. അന്നത്തെ കാലഘട്ടം അതാണ്. പാവപ്പെട്ട വീടാണ്, പക്ഷേ എല്ലാ വീട്ടിലും എല്ലാ നേരവും കഞ്ഞി വെച്ചൊന്നും വരികയില്ല. അതിനുള്ള സാമ്പത്തിക ശേഷി അന്നില്ലായിരുന്നു. അതിന് അസുഖം തുടങ്ങിയാൽ ഈ അതിന് വേണ്ടതൊക്കെ ചെയ്ത് അവിടെ തന്നെ ഇരുന്ന് പ്രസവം കഴിഞ്ഞ് അതിൻ്റെ പ്രസവ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞിട്ട് തള്ളയും കൊച്ചും സുഖമായി കഴിഞ്ഞിട്ടാണ് ഇവർ വീട്ടിൽ പോണത്. അപ്പോൾ ഓരോ ചില ദിവസങ്ങളിൽ സിസ്റ്റേഴ്സ് കൂട്ടുപോകാനില്ലെങ്കിൽ എൻ്റെ അമ്മ പല പ്രാവശ്യം പോയിട്ടുണ്ട് സിസ്റ്ററിൻ്റെ കൂടെ കൂട്ട്. എൻ്റെ അമ്മയ്ക്കും ഇതൊക്കെ ഇഷ്ടമായിരുന്നു. അമ്മ കൂട്ട് പോയിട്ടുണ്ട് സിസ്റ്റേഴ്സിന്. അനിയത്തിക്ക് അസുഖമായപ്പോഴേ വീട്ടിൽ നിന്ന് എൻ്റെ ആങ്ങളയാണെന്ന് തോന്നുന്നു ചെന്ന് മടത്തി ചെന്ന് പറഞ്ഞു. ഉടനെ സിസ്റ്റർ വന്നു. അവിടെ സന്ധ്യയ്ക്കാണ് വന്ന് വേണ്ട ശുശ്രൂഷയൊക്കെ ചെയ്ത് പിന്നെ പ്രസവമൊക്കെ കഴിഞ്ഞ് സുഖമായി കഴിഞ്ഞിട്ടാണ്, നേരം വെളുത്തിട്ടാണ് സിസ്റ്റർ അവിടുന്ന് പോരുന്നത്. സാധാരണ വീടുകളിലെല്ലാം ഈ ചെട്ടിമാർക്കും പണിയന്മാർക്കും
പണിയ കുടുംബങ്ങളിലെല്ലാം ധാരാളം സഹായങ്ങൾ സിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ മനോഭാവം തന്നെ ഇന്ന് ഇത്ര പ്രായമായാലും അത്ര സുഖമില്ലെങ്കിലും ആ മനോഭാവം ഇന്നും ഉണ്ട്. അവിടെയൊക്കെ ഒരു അസുഖമൊക്കെ ആയിട്ട് ആരെങ്കിലും കിടന്നാലൊക്കെ സിസ്റ്റർ പ്രൊവിൻഷ്യലായിരുന്നപ്പോഴൊക്കെ വണ്ടി സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അന്നേരമൊക്കെ വന്ന് കാണുകയും പിന്നെ ആരെങ്കിലും മരണപ്പെട്ടാലൊക്കെ വന്ന് കാണുകയും ഒക്കെ ചെയ്യുമായിരുന്നു. സിസ്റ്ററെ ദൂരെ നിന്ന് കണ്ടാൽ തന്നെ ഏതോ ഒരു മനുഷ്യനും വലിയ സ്നേഹമാണ്. നമ്മളെ ഒരു സ്വന്തം സഹോദരി എങ്ങനെയാണ് അല്ലെങ്കിൽ സ്വന്തം മകളെങ്ങനെയാണ് അതേമാതിരിയുള്ള സ്നേഹമാണ് ഇത് എൻ്റെ ഒരു ചേച്ചിയെ പോലെ എനിക്കൊരു സ്നേഹം. അതുപോലെയാണ് എല്ലാ കുടുംബങ്ങളിലും. ഇപ്പം ഏതെങ്കിലും ഒരു വീട്ടിൽ ഇങ്ങനെ കുന്നു കയറി ചെല്ലുമ്പോൾ ക്ഷീണം, പിന്നെ കുന്നു കയറാൻ പറ്റിയല്ലേ ഈ അവിടെ ഒരു കട്ടിൽ കണ്ടാൽ അവിടെ കിടക്കും. അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് വെള്ളം കുടിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് നടക്കും. അങ്ങനെ നല്ല പ്രായത്തിലാണെങ്കിൽ അങ്ങനെ ഒത്തിരി സേവനങ്ങൾ അന്ന് കാലത്ത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നും ആ മനോഭാവം ഉള്ളത്. ഗൂഡല്ലൂരിലെ മലമ്പാതകൾ താണ്ടി പാവപ്പെട്ട ജനങ്ങൾക്കു വേണ്ടി ജീവിതമർപ്പിച്ച സിസ്റ്ററുടെ യാത്ര ഇന്നും തുടരുകയാണ്. ഈ യാത്രയിലെ ദൈവാനുഭവങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. ഇത്രയേറെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്കായി പങ്കുവച്ച സിസ്റ്റർക്ക് നന്ദി. കൂടുതൽ ജീവിതാനുഭവങ്ങളുമായി നമുക്ക് അടുത്ത ആഴ്ച കണ്ടുമുട്ടാം.